പാതിവില സ്കൂട്ടർ തട്ടിപ്പിൽ കൂടുതൽ കേസുകൾ ഉണ്ടാവുകയാണ്. പോലീസിൽ കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പറവൂരിലെ കേസിൽ അനന്തു കൃഷ്ണനൊപ്പം ഡോക്ടർ മധു, മേരി എന്നിവരും പ്രതികളാണ്. അതേസമയം NGO കോൺഫെഡറേഷൻ ചെയർമാനായിരുന്ന ആനന്ദകുമാറിന് എല്ലാ മാസവും 10 ലക്ഷം രൂപ വീതം നൽകിയിരുന്നുവെന്നാണ് മുഖ്യപ്രതി അനന്തുവിന്റെ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ KN ആനന്ദകുമാറിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ്. രാഗിൻ വിവരങ്ങളുമായിട്ട്. രാഗിൻ, ഇതിങ്ങനെ പെട്ടെന്നൊന്നും തീരുന്ന ലക്ഷ്യമില്ല. കൂടുതൽ വെളിപ്പെടുത്തലുകൾ, പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു. ആനന്ദകുമാറിലേക്കുള്ള അന്വേഷണം, ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഉടൻ അന്വേഷണ സംഘം നീങ്ങും. ആനന്ദകുമാറിന് ആദ്യ ദിവസത്തിൽ നമ്മൾ വിളിച്ചപ്പോൾ അദ്ദേഹം ഞാൻ രാജിവെച്ച് ഇപ്പോഴുമായി ബന്ധമില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞത്. അപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ പുറത്തു വരുന്നത് അല്ലേ? പാതിവില സ്കൂട്ടർ തട്ടിപ്പ് കേസിൽ അനന്തുവിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുമ്പോഴാണ് കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന് കിട്ടുന്നത്. അതിൽ ഈ ആനന്ദകുമാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വെളിവായി വരികയാണ്. നിശ്ചിത ശതമാനം അല്ലെങ്കിൽ നിശ്ചിത തുക മാസം ഇദ്ദേഹത്തിന് നൽകിയിരുന്നു എന്നതാണ് മൊഴി. ഇതോടൊപ്പം തന്നെ ഇതിനുശേഷം പിന്നീട് ഈ ആനന്ദകുമാറുമായി തെറ്റിയിരുന്നു. അത് ഈ ഇരുചക്ര വാഹന വിതരണവുമായി ബന്ധപ്പെട്ടാണ് തെറ്റിയത് തുടങ്ങിയ കാര്യങ്ങൾ മൊഴിയെ തന്നെ നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് കേന്ദ്ര പദ്ധതികളാണ് ഈ അനന്തു പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ അത് ഗ്രാൻഡ് കിട്ടുന്നത് അടക്കമുള്ള പദ്ധതികൾ നോക്കി ഈ കാര്യങ്ങൾ ചെയ്യാൻ നോക്കി. അതിനുവേണ്ടി വിശദമായിട്ടുള്ള പഠനം നടത്തി. പക്ഷേ അത് ലഭിച്ചില്ല. തുടർന്നാണ് അത്തരം കാര്യങ്ങൾ വർക്കൗട്ട് ആയില്ല. തുടർന്നാണ് ഈ CSR ഫണ്ടിലേക്ക് പോയത്. പക്ഷേ 1 രൂപ പോലും ഈ അനന്തുവിന്റെ പദ്ധതിക്കായി അല്ലെങ്കിൽ അനന്തു മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ തട്ടിപ്പ് പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ CSR ഫണ്ടൊന്നും വന്നിട്ടില്ല എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. നിരവധി കേസുകളും രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുന്നത്തുനാട്ടിൽ 130 പേരുടെ പരാതികളുമായി ബന്ധപ്പെട്ട് എടുത്ത ഒരു കേസുണ്ട്. അതോടൊപ്പം തന്നെ പറവൂരിൽ അതിൽ ഈ താഴെത്തട്ടിലുള്ള ജനസേവാ സമിതി ട്രസ്റ്റിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ 2 പേർ, അതായത് മധു, മേരി എന്നിവരും കൂടി ഇതിൽ പ്രതികളായി വന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പോലീസ് റെയ്ഡ് നടത്തി കുറേ രേഖകളടക്കം പിടിച്ചെടുത്തു. എന്തായാലും ഈ തട്ടിച്ച പണം എവിടെയൊക്കെ പോയി, ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ അനന്തുവിന് മാത്രം ഇത് നടപ്പാക്കാൻ കഴിയില്ല. ഇത്രയും വിപുലമായിട്ട് തട്ടിപ്പെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ